അഴീക്കൽ തുറമുഖത്തിലെ മണൽ ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മണൽ വാരൽ കരാറെടുത്ത MMI KKB എന്ന സ്ഥാപന അധികൃതർ. ഒരു വിധത്തിലുള്ള അന്തരീക്ഷ മലിനീകരണ പ്രശ്നങ്ങളുമില്ലാതെ സർക്കാരിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നതെന്ന് സ്ഥാപനത്തിൻ്റെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ KK രാധാകൃഷ്ണൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറിച്ചുള്ള പ്രചരണത്തിന് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് ദ്രോഹകരമായ ഒരു പ്രവർത്തനങ്ങളും അവിടെ നടക്കില്ലെന്ന് ഇതിനകം തന്നെ തങ്ങൾക്ക് വിമർശകരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ലോഡ് കണക്കിന് മണൽ രാത്രികാലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നുണ്ടെന്നും അത്തരക്കാരാണ് പ്രചരണത്തിന് പിന്നിലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ജനങ്ങൾക്ക് ദോഷകരമായി ഉണ്ടാകുന്ന ഒരു കാര്യവും ഈ പ്രോജക്റ്റിൽ നടക്കുന്നില്ല. ഒരു കെമിക്കലും ഉപയോഗിക്കുന്നില്ല. ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് ഈ മണൽ ഉപ്പ് കലർന്ന മണലിനെ അതിൻ്റെ ചെളിയും മറ്റു കക്കയതൊക്കെ വേർതിരിച്ചതിന് ശേഷം മെഷീനിലൂടെ കടത്തിവിട്ട് വാഷ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രം 3-4 ഘട്ടങ്ങളായി വാഷ് ചെയ്ത് പ്യുവർ സാൻഡാക്കി മാറ്റി അത് ഗ്രേഡിങ് ചെയ്ത് പ്ലാസ്റ്ററിങ് സാൻഡും അതുപോലെ തന്നെ കോഴ്സ് സാൻഡുമാക്കി മാറ്റി വിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ശുദ്ധമായ വെള്ളം എന്ന് പറയുന്നത് ഒരു തരം നിലത്ത് കളയാതെ അത് റീകളക്ട് ചെയ്തുകൊണ്ട് RO പ്ലാന്റിലൂടെ കടത്തിവിട്ട് അത് തന്നെയാണ് റീയൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം നഷ്ടപ്പെടുന്ന ഒരു കേസസ് അവിടെ ഉപയോഗിക്കുന്നില്ല. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് യൂസ് നഷ്ടപ്പെടും. അത് 4-5 ലെയറായിട്ടുള്ള ഇതിലൂടെ കടത്തിവിട്ടിട്ട് പ്യൂരിഫിക്കേഷൻ നടത്തി ശുദ്ധമായ വെള്ളമാക്കിയതിന് ശേഷം മാത്രമേ പുറത്തേക്ക് കളയുള്ളൂ. ആ രീതിയിൽ ഒരു തരം ഉപ്പ് വെള്ളം ഒന്നും ആ പ്രദേശത്ത് വീഴുന്നില്ല. പിന്നെ ശബ്ദ മലിനീകരണം ഉണ്ടാകുന്ന കംപ്ലീറ്റ് ചെറിയ മോട്ടറുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാണ്ട് മറ്റ് സൗണ്ട് ഉണ്ടാകുന്നൊന്നുമില്ല. പൊടിപടലങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കാരണം വെച്ചാൽ നനഞ്ഞ സാൻഡാണ് ഉപയോഗിക്കുന്നത്. അതും വെള്ളത്തോണ്ട് കഴുകുക മാത്രമേ ചെയ്യുന്നു. അപ്പം ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. പൊന്നാനിയിൽ പരീക്ഷിച്ച് വിജയിച്ച സംവിധാനത്തിന്റെ മാതൃകയിൽ തന്നെയാണ് അഴീക്കൽ പോർട്ടിൽ ഡ്രഡ്ജിങ്ങിലൂടെ എടുക്കുന്ന മണലും ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നാനി മോഡൽ പ്രൊജക്ട് എന്നാണ് പദ്ധതിയുടെ പേര് തന്നെ. സർക്കാർ നിശ്ചയിച്ച സംഖ്യക്ക് തന്നെയായിരിക്കും മണൽ വിതരണം ചെയ്യുകയെന്നും പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്തു തന്നെ നടക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. KK ബിൽഡേഴ്സ് ഗ്രൂപ്പ് പാർട്ണർ KK രാജൻ, ബിനു KJ, EP ജാവിദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.